أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തജ്വീദിൻ്റെ 29ാമത്തെ ഈ ഭാഗത്തിൽ നൂൻ സാക്കിൻ തൻവീനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച 4 നിയമങ്ങൾ അത് ഒരുമിച്ച് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. കാരണം പല കുട്ടികളും ഈ നിയമങ്ങൾ ഇപ്പോഴും തെറ്റിക്കുന്നത് കൊണ്ട് ഇത് മുഴുവനായിട്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ അത് ഒന്നുകൂടി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നൂനിൻ്റെയും തൻവീനിൻ്റെയും ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. രണ്ടും പഠിക്കണം. അതിലൊന്നാമത്തേത് ഇദ്ഹാർ. ഈ അക്ഷരങ്ങൾ വന്നാൽ വ്യക്തമാക്കി ഉച്ചരിക്കണം. അക്ഷരങ്ങൾ ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. ഉദാഹരണം അൻഅംത ഹാസിദിൻ ഇദാ ഹസദ്. രണ്ടാമത്തത് ഇഖ്ലാബ്, അതായത് ബ എന്ന അക്ഷരം സുക്കൂനുള്ള നൂനിനോ തൻവീനോ ശേഷം വരികയാണെങ്കിൽ ആ നൂനിനെ മീമാക്കിയിട്ട് ഉച്ചരിക്കണം. ഉദാഹരണം ലയുംബദന്ന ലനസ്ഫഅം ബിന്നാസിയ. അടുത്തത് ഇദ്ഗാം. നൂന് അല്ലെങ്കിൽ തൻവീനിന് ശേഷം മീം, നൂന്, വാവ്, യ ഈ അക്ഷരങ്ങളിൽ ഇതിലേതെങ്കിലും ഒരു അക്ഷരം വരികയാണെങ്കിൽ അതിലേക്ക് ലയിപ്പിച്ച് ആ അക്ഷരത്തെ ഇരട്ടിച്ച് മണിച്ചോദനം. ഉദാഹരണം മിം മസദ് ലഹബിൻ വതബ്. അടുത്തത് ഇദ്ഗാം തന്നെ, അത് മണിക്കാത്ത ആണ് പറയേണ്ടത്. 2 അക്ഷരങ്ങളാണ്, ലാം, റ. ഈ അക്ഷരം വന്നാലും അതിലേക്ക് ഇരട്ടിച്ച് ഓതണം, മണിക്കാൻ പാടില്ല. ഉദാഹരണം വലം യകുല്ലഹു ഫവൈലുൽ ലിൽ മുസല്ലീൻ. നാലാമത്തത് ഇഖ്ഫാ. ബാക്കി 15 അക്ഷരങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ 15 അക്ഷരങ്ങൾ വരികയാണെങ്കിൽ വ്യക്തമാക്കാതെ, നൂനിനെ അല്ല തൻവീനിനെ വ്യക്തമാക്കാതെ മണിച്ചോത്. പല കുട്ടികളും ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. അതായത് നൂനിനെ നൂനാക്കി വ്യക്തമാക്കാതെ മണിച്ച് മറച്ചോതുക. നൂനാണ് എന്ന് കേൾക്കുമ്പോൾ തോന്നാത്ത രീതിയിലാണ് ഓതേണ്ടത്. ഇപ്പോൾ ഉദാഹരണം മിൻ ശർരി മാ നാറൻ ദാത ലഹബ്.